ടീച്ചറുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം നിയോഗിച്ചിട്ടുണ്ട്. അഭിമാനം കൊള്ളുന്നു കേരളത്തിലെ സ്ത്രീകളെ ഓർത്ത്. കാരണം വലിയൊരു പ്രതിസന്ധിയാണല്ലോ കടന്നുപോയത്. അപ്പോൾ അതിൽ ഗവൺമെൻറ് സംവിധാനം, കേരളത്തിലെ പോലീസ് സംവിധാനം, അതോടൊപ്പം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല, വലിയ തോതിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. ഇതിലിപ്പോൾ ഈ പരാതിയിൽ രണ്ടുപേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. ഒന്ന് ഗോപാലകൃഷ്ണൻ, രണ്ടാം പ്രതി ഷാജഹാൻ. കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം സോഷ്യൽ മീഡിയ ഇതിനെക്കുറിച്ച് നമ്മുടെ മൊഴിയിൽ കൊടുത്തിട്ടുണ്ടോ? ഈ രണ്ടുപേർക്കെതിരെ മാത്രമാണോ നമ്മുടെ പരാതി? നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ എന്താ പറയുക തെളിവുകളും കൊടുക്കുന്നുണ്ട്, കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ജില്ലയിൽ വ്യത്യസ്ത ജില്ലകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ അതാത് ജില്ലകൾക്കകത്ത് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്, നിയമപരമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇന്നലെ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കോഴിക്കോടാണെന്ന് തോന്നണു, ഒരു വീട്ടിൽ ചെന്നിട്ട് അവരെ കൊണ്ട് കാര്യം. അപ്പോൾ അയാൾ പറയുകയാണ് എനിക്കറിയില്ല, ഞാൻ വെറുതെ ഷെയർ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഡിലീറ്റ് ചെയ്യുന്ന സംഭവമുണ്ട്. അപ്പോൾ അതങ്ങനെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അതെ, പ്രതിപക്ഷ നേതാവിൻ്റെ അറിവോടെയാണ് ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം താങ്കൾ പറഞ്ഞിരുന്നത്. ഇന്നലെ ഇതെല്ലാം എൻ്റെ തലയിൽ കെട്ടിവെക്കേണ്ട CPM-ലെ ഉൾപാർട്ടി പ്രശ്നങ്ങളാണ് ഇതിൻ്റെ കാരണമെന്ന് ആവർത്തിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവും DCC പ്രസിഡന്റും. അല്ല, ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും കമൻറ്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാനും ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണല്ലോ. അപ്പം അങ്ങനെ ഒരു പ്രതികരണത്തിന് ഞാൻ മുതിരുന്നില്ല. ആകെ കൂടി ഒരു റിക്വസ്റ്റ്, ഇത് ഫിഡൽ കാസ്ട്രോയുടെ ഒരു പ്രസംഗമാണ്. ആശയങ്ങളിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും മാത്രമാണ് വിപ്ലവം പിറക്കുന്നത്. വിപ്ലവം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല, വലിയൊരു സാമൂഹ്യ മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്. അത് ക്യൂബയിൽ എങ്ങനെ നടപ്പിലാക്കി എന്ന് പറയുന്ന ഒരു പ്രസംഗമാണ് 1999 വെനീസ്വലയിലെ സർവകലാശാല വിദ്യാർത്ഥികളോട് അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രസംഗമാണ്. അപ്പം ഞാൻ ഇത് സൂചിപ്പിച്ചത്, ഞങ്ങൾ വായിക്കുകയും ഞങ്ങൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുമാണ് സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ നടത്തുന്നത്. പക്ഷെ ഞാൻ ഇത് പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത്, രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹം സ്വന്തം മകൾക്കയച്ച കത്തുകളുണ്ട്, ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ഇത് നമ്മൾ അടിയന്തരമായിട്ട് വായിക്കണം. എല്ലാവർക്കും വായിക്കാവുന്ന പുസ്തകമാണ്. കാരണം നെഹ്റു ഇന്ത്യയിലെ സമൂഹത്തെ പഠിച്ചുകൊണ്ട് എങ്ങനെ ഈ സമൂഹം ഒരു സംസ്കാരമുള്ള സമൂഹമായി മാറണം, അതെങ്ങനെയാണ് കഴിയുക എന്ന് ഈ ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ, പ്രപഞ്ചോൽപ്പത്തി മുതൽ, സസ്യജന്തു ജീവജാലങ്ങളുടെ ഉൽപ്പത്തി മുതൽ, മനുഷ്യ സംസ്കാരത്തിൻ്റെ ഉൽപ്പത്തി മുതൽ ഒരു സമൂഹത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, മാറ്റി തീർക്കണമെന്ന് പറയുന്നുണ്ട്. അതിലൊരു കാര്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. സംസ്കാരം എന്ന് വെച്ചാൽ എന്താണ്? 11-ാമത്തെ അധ്യായമാണ്. പൂർവകാല സംസ്കാരങ്ങളെപ്പറ്റി ചിലതെല്ലാം നിന്നോട് പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. മഹാനായ പണ്ഡിറ്റ് നെഹ്റു ഇത് അഡ്രസ്സ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മകളോടാണ്. പക്ഷെ ഞങ്ങൾ ഇത് കാണുന്നത് ഇന്ത്യൻ സമൂഹത്തോടാണ്, എന്നോടുൾപ്പെടെ, നമ്മളോടുൾപ്പെടെ. എന്നാൽ അതിനു മുൻപ് സംസ്കാരം എന്നാൽ എന്താണെന്നുള്ളതിനെ പറ്റി ഒരു സാമാന്യ ബോധം ആദ്യമായി ഉണ്ടായിരിക്കണം. സംസ്കരിക്കുക എന്നതിനെ നന്നാക്കി തീർക്കുക, ശുദ്ധീകരിക്കുക, ദുശ്ശീലങ്ങളെ നീക്കി സൗശീല്യം സമ്പാദിക്കുക എന്നെല്ലാം അർത്ഥങ്ങൾ കാണാം. മനുഷ്യവർഗത്തെയോ ജനസംഘങ്ങളെപ്പറ്റിയോ പ്രതിപാദിക്കുമ്പോഴാണ് സംസ്കാരം എന്ന് വിശേഷിച്ച് പറയാറുള്ളത്. പണ്ഡിറ്റ് നെഹ്റു സംസ്കാരം ഇൻവെർട്ടഡ് കോമയിലാണ് ഇട്ടിട്ടുള്ളത്. മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് അധികം ഭേദപ്പെട്ടിട്ടില്ലാത്ത ഒരു കാട സ്വഭാവത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. സംസ്കാര ശൂന്യം എന്ന് പറയുന്നത്, ആ കാട സ്വഭാവത്തെയാണ് സംസ്കാര ശൂന്യം എന്ന് പറയുന്നത്. സംസ്കാരം എന്ന് പറയുന്നത് ഇതിന് വിപരീതമായ അവസ്ഥയാണ്. കാട സ്വഭാവത്തിൽ നിന്ന് അകലും തോറുമാണ് നാം അധികം സംസ്കാരമുള്ളവരായിത്തീരുന്നത്. ഇത് സാമൂഹിക പ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഏർപ്പെട്ടിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും, എല്ലാ മനുഷ്യരും, അവർ മാത്രമല്ല എല്ലാ മനുഷ്യരും
വായിക്കുകയും ഇത്രയും ലളിതമായി പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് മനസ്സിലാകാൻ ഉള്ള ശേഷിയില്ലാത്തവർക്ക് പഠന ക്ലാസ്സുകൾ വെച്ച് അത് പഠിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെ വളർത്തിക്കൊണ്ടുവരേണ്ടത് എന്നും മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.